ഹായ് കൂട്ടുകാരെ, അപ്പം ഞങ്ങളിന്ന് നമ്മുടെ വീട്ടിലത്തേക്ക് ഒരു പുതിയ അതിഥിയും കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ആ അതിഥിയെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പുതിയൊരു കാറ് വാങ്ങിക്കാൻ പോവാണ്. അനിയൻ്റെ പേരിലാണ് മേടിക്കുന്നത്. അപ്പോൾ നേരത്തെ വന്ന് നമ്മൾ സെലക്ട് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഷോറൂമിൽ നിന്ന് ഇറക്കുകയാണ്. ആ സന്തോഷവും എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്രയ്ക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതും അങ്ങനെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഐശ്വര്യമായിട്ട് നമ്മൾ കാറിൻ്റെ കീയൊക്കെ മേടിച്ചു. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് നമുക്കൊരു കാര്യം കിട്ടുമ്പോൾ അതിലൊത്തിരി സന്തോഷവും പറയാൻ പറ്റാത്തത്രയും സന്തോഷവും ഒരു തൃപ്തിയും നമുക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടിയ ഒരു കാര്യമാണ്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ അനിയന് ആ കാറിനകത്തുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം നമ്മൾ കാർ എടുത്തിട്ട് അമ്പലത്തിൽ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ പോയത് തമ്പാനൂരുള്ള ഗണപതി ക്ഷേത്രത്തിലാണ്. അവിടെ ചെന്നപ്പോൾ നമുക്ക് കാർ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് ദൂരെ ഇട്ടിട്ട് നമ്മൾ താക്കോല് മാത്രം പൂജിക്കാൻ കൊണ്ടുപോയി. അപ്പം അമ്മയാണ് പോയിട്ടുണ്ടായിരുന്നത് താക്കോല് പൂജിക്കാൻ. നമ്മൾ കാറിൽ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മൾ കാറ് ഷോറൂമിൽ നിന്ന് ഇറക്കിയപ്പോൾ നമുക്ക് താക്കോല് തന്ന ഫോട്ടോ അവരെടുത്തിട്ട് ഉടനെ തന്നെ നമുക്ക് ഫ്രെയിം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തമ്പാനൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്, നമ്മുടെ സ്വന്തം മുരുകൻ കോവിലിൽ. അപ്പോൾ അവിടെയും കാറും താക്കോലും ഒക്കെ പൂജിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയതിന് ശേഷം നേരെ ആറ്റുകാലിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആറ്റുകാൽ പോയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു. അവസാനമായിട്ട് കഴിഞ്ഞ വർഷം ആറ്റാൽ പൊങ്കാലയ്ക്കാണ് ആറ്റാലിൽ തൊഴാൻ പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ആറ്റാലിൽ പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ചെന്നപ്പോഴത്തേക്കും പൊങ്കാലയ്ക്ക് കാൽ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊങ്കാല ഇങ്ങ് അടുത്തു. അപ്പോൾ അവിടുത്തെ കുളത്തിൽ മീനിനെ കാണാൻ വേണ്ടിയിട്ട് ചെന്ന് നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് വലുതായിട്ടൊന്നും കാണാനൊന്നും പറ്റിയില്ല. പിന്നെ നമ്മൾ അകത്തൊക്കെ കയറി തൊഴുതിറങ്ങിയതിന് ശേഷം പോറ്റി വന്ന് കാറ് പൂജിച്ച് തന്നു. അതുപോലെ തന്നെ നമുക്ക് അവിടുത്തെ പ്രസാദം ആരവണയും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആറ്റുകാലിൽ നിന്ന് നമ്മൾ കാറെടുത്ത് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിലാണ് കേട്ടോ. ശരിക്കും മണി അപ്പം തന്നെ 9 മണി അടുപ്പിച്ച് ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും തലവേദന എടുത്ത ഒരു വഴിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ വന്ന് ഓരോ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ സമൂസയും ചായയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അവരെല്ലാം ബേബേജ് വട എന്തോ ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്, ഉള്ളിവട പോലെ ഉണ്ടാക്കുന്നത്. എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ സമൂസയും ചായയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് സൂര്യയിൽ കയറി നമ്മൾ ബറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ വീട്ടിൽ വന്നു. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ 9:45 മണി. പിന്നെ കൊച്ചിൻ്റെ മോളും ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ നമ്മൾ ആദ്യം വീട്ടിൽ കയറിയ ഉടനെ കാർ ഷോറൂമിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റാണ് നമ്മൾ തുറന്നു നോക്കിയത്. അതിലൊരു കീ ചെയിനും ഒരു കപ്പും ആയിരുന്നു. അപ്പോഴത്തേക്കും ചേട്ടൻ കേക്കുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കേക്കും കൂടെ മുറിക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ ഇതിനിടയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫുഡ് കഴിച്ചപ്പോൾ ഏകദേശം 11 മണിയായി. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം 12 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ കുട്ടി സന്തോഷത്തിൽ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.